സഹോദരന്മാരെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. എവിടെയും നമ്മൾ തഖ്വയുള്ളവരാകണം. കൃത്യമായി നിസ്കരിക്കണം. ഉമ്മമാരെ വാതിന് വരികയാണെങ്കിലും, നിങ്ങൾ കല്യാണത്തിന് പോവുകയാണെങ്കിലും, എവിടെ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിലും ശരീരം പൂർണ്ണമായി മറക്കാതെ നിങ്ങൾ പോകരുത്. അന്യപുരുഷന്മാരുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യരുത്. എപ്പോഴും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അല്ലാഹുവിന്റെ നിയമങ്ങൾ സ്വീകരിച്ച് ജീവിക്കണം. സാധുക്കളെ സഹായിക്കണം. പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ നമ്മൾ മുന്നിലുണ്ടാകണം. ഏത് സാധുവായ മനുഷ്യൻ രോഗിയായാലും ചെന്ന് നോക്കണം. മുതലാളിമാര് രോഗത്തിൽ കിടക്കുമ്പോ എത്ര ആളാ സന്ദർശകര്. പാവപ്പെട്ടവൻ രോഗത്തിൽ കിടക്കുമ്പോ കയറി നോക്കാൻ ആളില്ല. വികാരമല്ലേ, അതേ നന്ദികളല്ലേ. മോമിനായ മനുഷ്യൻ രോഗമായാ ചെന്ന് നോക്കുമ്പോ അതിന്റെ പണത്തിന്റെ പവർ നോക്കിയാണോ ചെന്ന് നോക്കേണ്ടത്? അല്ല. സാധുക്കളെ സ്നേഹിക്കണം. സാധുക്കളുമായി അടുക്കണം. അങ്ങനെയല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം. സാധുക്കൾ രോഗിയായാൽ ചെന്ന് നോക്കണം. സാധുക്കൾ മരിച്ചാൽ മയ്യിത്ത് കട്ടിൽ ചുമലിലേറ്റാൻ നമ്മൾ മുന്നിലുണ്ടാകണം. ചെറുപ്പക്കാരാ, പണക്കാരും നേതാക്കന്മാരും മരിക്കുമ്പോ അതാ മയ്യിത്ത് കട്ടിലെടുക്കാൻ പലരുമുണ്ട്. പക്ഷേ നീ ഓർക്കണം, ഒരുപക്ഷെ ഈ സാധുവായ മനുഷ്യന്റെ ആഖിറത്തിൽ ശഫാഅത്തിന് പറ്റുന്ന മഹാനായിരിക്കാം. അതുകൊണ്ട് തന്നെ സാധുക്കളായ ആളുകളെ മയ്യിത്തേറ്റാൻ, മയ്യിത്തിന്റെ കൂടെ പോകാൻ മുസ്ലിമീങ്ങളെ നമ്മൾ തയ്യാറാകണം. പാവപ്പെട്ടവരെ കണ്ണീരപ്പാൻ ശ്രമിക്കണം. സമൂഹത്തിൽ ആരാണോ അവശത അനുഭവിക്കുന്നവരെ കുറിച്ച് നമുക്ക് ചിന്ത വേണം. എല്ലാ പ്രായമുള്ളവരെയും ബഹുമാനിക്കണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. പണ്ഡിതന്മാരെ കുറിച്ച് തിരിച്ച് ചീത്ത പറയരുത്. ഒരിക്കലും തന്നെ ഒരു സങ്കുചിത മനസ്ഥിതി സംഘടനയുടെ പേരിൽ നമ്മെ നിയന്ത്രിക്കരുത്. ആലിമീങ്ങളെ ബഹുമാനിക്കണം. അതുപോലെ സയ്യിദന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബം അവരേത് പാർട്ടിക്കാരായാലും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ആദരിക്കണം. ഒരിക്കലും വാശിക്ക് വേണ്ടി തങ്ങന്മാരെ നിസാരപ്പെടുത്തരുത്. ഒരിക്കലും തന്നെ വാശിക്ക് വേണ്ടി ഒരമായിരം ചീത്ത പറയരുത്. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം സമ്പാദിക്കണം. അതാ ഭാര്യ വരുമ്പോഴേക്ക് ബാപ്പനെ കൈയൊഴിക്കരുത്. അതേ അമ്മോശനുമായുള്ള ബന്ധത്തിൽ ബാപ്പനെ മറന്നു പോകരുത്. ഭാര്യയുമായുള്ള ബന്ധത്തിൽ ഉമ്മനെ മറന്നു പോകരുത്. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ആ പാവപ്പെട്ട പെൺകുട്ടികളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. മകന്റെ ഭാര്യയ്ക്ക് എന്തുണ്ട് കുറ്റമെന്ന് ഭൂതക്കണ്ണട വെച്ച് കണ്ടുപിടിക്കുന്ന ഉമ്മമാരുണ്ട്. ഇവിടെയൊന്നും അത്തരം ഉമ്മമാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓ ഉമ്മമാരെ, ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി, അതാ 16, 17, 18, 19 വയസ്സുള്ളൊരു പെൺകുട്ടി ആ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് വേറൊരു വീട്ടിൽ വരുമ്പോ ആ പെൺകുട്ടിയുടെ ഹൃദയത്തിന്റെ മിടിപ്പ് എത്രയാണ്, ആ പെൺകുട്ടിയുടെ ബേജാറ് എത്രയാണ്, ആ പെൺകുട്ടിയുടെ വ്യസനം എത്രയാണ്. ആ പെൺകുട്ടി നമ്മളെ വീട്ടിൽ വരുമ്പോ നിങ്ങൾ കണ്ണു വിഴിച്ചുകൊണ്ടുള്ള നിങ്ങളെ സംസാരവും, അതുപോലെ തന്നെ വളരെ കടുത്ത സ്വഭാവത്തിലുള്ള നിങ്ങളുടെ ചോദ്യവും, അതേ കടുത്ത സ്വഭാവത്തിലുള്ള പെരുമാറ്റവും, എന്തെങ്കിലും ഒന്ന് മറന്നുപോയാൽ അടച്ചാക്ഷേപിക്കുന്ന ശൈലിയും, സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒരു ചെറിയ ദോഷം കണ്ടുവന്നാൽ അതേ ഭർത്താവിനെ വിളിച്ചിട്ട് നിന്റെ ഭാര്യ അങ്ങനെ ചെയ്തു കളഞ്ഞു എന്ന് കംപ്ലൈന്റ് പറയണം. അത്തരം ദുഷിച്ച സ്വഭാവങ്ങളൊന്നും ഉമ്മമാരെ നമുക്കുണ്ടാകരുത്. ആ പാവപ്പെട്ട പെൺകുട്ടിയോട് കാരുണ്യം വേണം. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർദി യർഹംകും മൻ ഫിസ് സമാ.